നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം 2025 ഡിസംബർ മാസത്തെ നക്ഷത്ര ഫലമാണ്. അത് കർക്കിടകക്കുറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലം. ഉണർദം, കാലി, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കുറിൽ വരുന്നത്. ഇവർക്ക് വേഴം ഈ ഡിസംബർ 5 മുതൽ 12-ലും, ശനി 9-ലും, രാഹു 8-ലും, കേതു 2-ലും ഗോചരത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ വേഴം ഇപ്പൊ വക്രഗതിയിലാണ് വേഴം നിൽക്കുന്നത്. കാരണം മിഥുനത്തിൽ നിന്ന വേഴം കർക്കിടകൻ രാശിയിലേക്ക് പോയി. ഇപ്പൊ ഡിസംബർ 5-ന് വേഴം തിരിച്ച് മിഥുനൻ രാശിയിലേക്ക് വരികയാണ്. അതിനാണ് വക്രഗതി എന്ന് പറയുന്നത്. ഒരു ഗ്രഹം നിന്ന രാശിയിൽ നിന്ന് പോയി വീണ്ടും ആ രാശിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിന് വക്രഗതി എന്ന് പറയും. അപ്പോൾ ഒരു ഗ്രഹം വക്രഗതിയിലായാൽ തീർച്ചയായിട്ടും ഫലദാനശേഷി കൂടും ആ ഗ്രഹത്തിന്. ഇവരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. എന്നാൽ ചില കാര്യങ്ങളിൽ മറ്റ് ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ച് ചില ദോഷാനുഭവങ്ങളും ഈ കർക്കിടകക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥാനമനുസരിച്ച് ചില രംഗത്ത് നേട്ടമുണ്ടാകുമ്പോൾ ചില സ്ഥലത്ത് ചില ഓട്ടങ്ങളും അതേപോലെ ചില സ്ഥലത്ത് നിയന്ത്രണങ്ങളും ശ്രദ്ധയും ആവശ്യമായ ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ച്. ചെയ്യുന്ന ജോലികളിൽ ഇവർക്ക് ഉത്തരവാദിത്വം കൂടുതൽ കാണിക്കേണ്ട ഒരു മാസമാണ്. അതുകൂടാതെ ശ്രദ്ധയും കൂടുതൽ വേണ്ട ഒരു സമയമാണ്. ചെയ്യുന്ന ജോലികളിൽ ശ്രദ്ധയും ഉത്തരവാദിത്വവും കാണിക്കേണ്ട ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. കുടുംബകാര്യത്തിലും ശ്രദ്ധ ആവശ്യമായ ഒരു സമയമാണ്. ജോലി തിരക്ക് കാരണം കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് ഈ മാസം ജോലി തിരക്കുള്ള ഒരു മാസം കൂടിയായിരിക്കും. ചെലവുകൾ വളരെയധികം കൂടാനും സാധ്യതയുണ്ട്. അപ്പൊ ചെലവുകൾ കൂടുമ്പോൾ ചെലവുകൾ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗവും കൂടി ഇവർ കണ്ടെത്തേണ്ടതാണ് ഈ മാസം. സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർക്ക് നിയന്ത്രണം ആവശ്യമാണ് ഈ മാസം. ആരോഗ്യവും അത്ര ഗുണകരമല്ല ഇവരെ സംബന്ധിച്ച്. ദീർഘകാലമായുള്ള അസുഖങ്ങൾക്ക് ശമനം ഉണ്ടാകാനും ഇടയുണ്ട് ഇവരെ സംബന്ധിച്ച്. അപ്പൊ ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഡിസംബർ മാസത്തിലെ ഫലം ഗുണദോഷ സമ്മിശ്രമായാണ് കാര്യങ്ങൾ ഇവർക്ക് വന്നുകൂടുന്നത്. അപ്പൊ അതുകൊണ്ട് അത്ര ശ്രേയസ്കരമല്ല ഈ മാസം ഇവരെ സംബന്ധിച്ച്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രംകാലി. ഇതാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഈ ഡിസംബർ മാസം വേഴം 11-ലും, ശനി 8-ലും, രാഹു 7-ലും, കേതു ജന്മത്തിലും നിൽക്കുന്ന ഒരു ഗോചര സമയമാണ്. അപ്പൊ വേഴം 11 പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വരവിന്റെ സ്ഥാനമാണ്. അപ്പൊ വരവിന്റെ സ്ഥാനത്താണ് വേഴം നിൽക്കുന്നത്. അപ്പൊ വേഴം എങ്ങനെയാണ് നിൽക്കുന്നത്? വേഴം വക്രഗതിയിലാണ് നിൽക്കുന്നത്. അതായത് ഡിസംബർ 5-ാം തീയതി വേഴം വക്രഗതിയിലേക്ക് മിഥുനൻ രാശിയിലേക്ക് വരികയാണ്. അതായത് കർക്കിടകൻ രാശിയിൽ ഇപ്പോൾ നിൽക്കുന്ന ഗ്രഹം ഡിസംബർ 5-ാം തീയതി വേഴം മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വരും. അപ്പൊ നേരത്തെ മിഥുനൻ രാശിയിലാണ് വേഴം നിന്നിരുന്നത്. അത് കർക്കിടക രാശിയായ ഉച്ചരാശിയിലേക്ക് വേഴം പോയിട്ട് അധികം താമസിയാതെ തന്നെ വേഴം തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ പോയ ഗ്രഹം തിരിച്ച് അതേ രാശിയിൽ വരുന്നതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത്. ഒരു ഗ്രഹം വക്രഗതിയിലായാൽ ഫലദാനശേഷി കൂടും. അതാണ് ജ്യോതിഷം പറയുന്നത്. ഇവരെ സംബന്ധിച്ച് വേഴം അപ്പോ 11-ല് ഈ കൂറുകാരെ സംബന്ധിച്ച് വേഴം 11-ലാണ് വരുന്നത്. 11 പറഞ്ഞാൽ എന്താണ്? വരവിന്റെ സ്ഥാനമാണ്. അപ്പൊ വരവിന്റെ സ്ഥാനത്ത് വേഴം വരും. വേഴം എന്ന് പറഞ്ഞാൽ ധനകാരകനാണ്.
അപ്പൊ ധനകാരകനായ വേഴം വരവിന്റെ സ്ഥാനത്ത് വരുമ്പോൾ ധനപരമായ ഉയർച്ച ഈ മാസം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതാണ്. ഇവർക്ക് അനുകൂലമായ ഒരു സമയമാണ് ഈ മാസം. സാമ്പത്തികപരമായിട്ട് പല പുരോഗതിയും ഇവർക്ക് ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്ത് ഉയർച്ച കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് ഗുണാനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വരവിന്റെ സ്ഥാനത്ത് വേഴം നിൽക്കുന്നതിനാൽ ധനനേട്ടങ്ങൾ വളരെയധികം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അഷ്ടമരാശിയിലെ ശനിയുടെ നിൽപ്പ് പ്രകാരം ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ്. ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ ഇവർക്ക് ഈ മാസം, അതായത് ഞരമ്പ് സംബന്ധമായ ചില അസുഖങ്ങൾ, ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോയാൽ ഈ മാസം ഇവർക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കാനും പറ്റിയ ഒരു സമയമാണ്. കാരണം സർവേശ്വര ഗ്രഹമാണ് വേഴം. ആ വേഴമാണ് 11 വരവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളെല്ലാം പ്രസാദിക്കുമെന്ന് ഉള്ള ഒരു ജ്യോതിഷ നിയമമുണ്ട്. അപ്പൊ ആ നിയമം അനുസരിച്ച് നോക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ നിൽപ്പ് മോശമാണെങ്കിലും വേഴത്തിനെ കൊണ്ട് അത് തരണം ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവർ കിട്ടുന്ന അവസരം ഈ മാസം വളരെയധികം നല്ല വിധത്തിൽ പരിശ്രമിച്ചാൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന, അതായത് ധനപരമായി മാത്രമല്ലല്ലോ മറ്റു കാര്യങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും. ധനപരമായി തീർച്ചയായിട്ടും ഇവർക്ക് ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രമുക്കാൽ, അത്തം, ചിത്തിരാര. ഇതാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് വേഴം 10-ലും ശനി 7-ലും രാഹു 6-ലും കേതു 12-ലും ഗോചരപരമായി നിൽക്കുന്ന സമയം. അപ്പൊ വേഴം 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രസ്ഥാനത്താണ്. അപ്പൊ ചന്ദ്രകേന്ദ്രത്തിലാണ് വേഴം നിൽക്കുന്നത് ഈ മാസം. അപ്പൊ വേഴം വക്രഗതിയിലാണ് നിൽക്കുന്നത്. ഈ വക്രഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് പോയി കുറച്ച് കഴിയുമ്പോൾ അപ്പൊ തന്നെ തിരിച്ച് അതേ രാശിയിലേക്ക് തിരിച്ചു വരുന്നതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത്. അപ്പൊ വേഴം ഇപ്പൊ വക്രഗതിയിലാണ്. അപ്പൊ വക്രഗതിയിലായ വേഴത്തിന് മാത്രമല്ല ഏത് ഗ്രഹത്തിനാണെങ്കിലും ഫലദാനശേഷി കൂടും. അപ്പൊ വേഴം ഇപ്പൊ വക്രഗതിയിൽ മിഥുനൻ രാശിയിലേക്ക് വന്നേക്കാണ്. അപ്പൊ മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ കന്നിക്കൂറുകാരുടെ 10ാമത്തെ ഭാവമാണ്. അപ്പൊ 10ാം ഭാവത്തിൽ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രസ്ഥാനമാണ്. അപ്പൊ ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിൽക്കുകയാണ്. അപ്പൊ ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിന്നാൽ അതിനെ ഗജകേസരി യോഗം എന്ന് പറയും. ഇവരെ സംബന്ധിച്ച്, ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ മാസം ഗജകേസരി യോഗം കിട്ടാവുന്ന ഒരു മാസമാണ്. ഇവർക്ക് വേഴം കർമ്മത്തിലാണ്. 10 കർമ്മം കൂടിയാണ്. അപ്പൊ കർമ്മത്തിലാണ് വേഴം നിൽക്കുന്നത്. അപ്പൊ കർമ്മസംബന്ധമായിട്ട് വളരെയധികം നല്ല കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ കഴിയും. പ്രവൃത്തി വിജയം ഉണ്ടാവും. പിന്നെ അതുകൂടാതെ വേഴം ധനകാരകൻ മാത്രമല്ല, വേഴം ധനകാരകനാണ്. ധനകാരകൻ മാത്രമല്ല, ആത്മീയകാരകൻ കൂടിയാണ്. സർവേശ്വര ഗ്രഹവും വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളെല്ലാം പ്രസാദിക്കുമെന്നാണ് ജ്യോതിഷ നിയമം. അപ്പൊ അതനുസരിച്ച് വേഴത്തിനെ കൊണ്ട് ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ കിട്ടുന്ന ഒരു മാസമാണ്. അപ്പോ കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവും. കാരണം കർമ്മത്തിലാണ് വേഴം നിൽക്കുന്നത്. 10 എന്ന് പറഞ്ഞ കർമ്മസ്ഥാനവും. ചില കാര്യങ്ങളിൽ കഠിന പ്രയത്നം ആവശ്യമായി വരികയും ചെയ്യുന്ന ഒരു മാസമാണ്. ബിസിനസ് രംഗത്ത് വേഴം നല്ല നേട്ടങ്ങൾ തരും. അപ്പൊ അത് ബിസിനസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, അതായത് അല്ലെങ്കിൽ കച്ചവട സംബന്ധമായി വ്യാപാര സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു മാസമായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായ ഒരു സമയമാണ്. മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ ഇവർക്ക് കഴിയുന്നതാണ്. വിദേശ പഠനത്തിന് സാധ്യതയുള്ള ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ച്. കുടുംബജീവിതത്തിൽ ഐക്യവും സമാധാനവും കിട്ടുന്ന ഒരു മാസമാണ് കുടുംബ സംബന്ധമായിട്ട്. 6-ലെ രാഹു രോഗശമനം ഉണ്ടാക്കുകയും ചെയ്യും. കാരണം 6 എന്ന് പറഞ്ഞാൽ രോഗത്തിന്റെ സ്ഥാനം കൂടിയാണ്. അപ്പൊ രാഹു
3, 6, 11 നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ഗുണം ചെയ്യും. അപ്പൊ അതുകൊണ്ട് 6ലെ രാഹു രോഗസംബന്ധമായ രോഗസംബന്ധമായ ശമനം ഉണ്ടാക്കും. അപ്പൊ രോഗത്തിന് മുക്തി കിട്ടുകയും അല്ലെങ്കിൽ രോഗത്തിന് ശമനം ഉണ്ടാക്കുകയും ചെയ്യാവുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ച് 6ലെ രാഹു. പിന്നെ അതുകൂടാതെ ശത്രുക്കളെ നേരിടാൻ സാധിക്കും. ഈ 6 രോഗത്തിന്റെ ഭാവം മാത്രമല്ല, ശത്രുവിന്റെ ഭാവം കൂടിയാണ്. അപ്പൊ ശത്രുക്കളെ നേരിടാനും ഈ 6ലെ രാഹുവിനെ കൊണ്ട് കഴിയുന്നതാണ്. സഹോദര ബന്ധങ്ങൾ മെച്ചപ്പെടുന്ന ഒരു മാസമായിരിക്കും ഇവരെ സംബന്ധിച്ച്. പ്രണയകാര്യങ്ങളിൽ പുരോഗതിയും അതേപോലെ തന്നെ അവർ വിചാരിക്കുന്ന പല കാര്യങ്ങളും പ്രണയിക്കുന്നവർക്ക് നടക്കാവുന്ന ഒരു മാസമാണ്. വ്യാപാര സംബന്ധമായി വിജയമുണ്ടാകുന്ന ഒരു മാസമാണ്. 12ലെ കേതു ചില മാനസിക പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. 7ലെ ശനി ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചില തർക്കങ്ങളും ഉണ്ടാക്കാൻ ഇടയുണ്ട്. കാരണം 7 എന്ന് പറഞ്ഞ കണ്ടകസ്ഥാനമാണ്. അപ്പൊ ശനി 7ലെ ശനി കണ്ടകശനിയാണ് ഇവരെ സംബന്ധിച്ച്. അപ്പൊ കണ്ടകശനി ചില ഭാര്യ ഭർത്ത് തർക്കങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ വേഴത്തും സർവേശ്വര ഗ്രഹം ആയ വേഴം 10ൽ ചന്ദ്രകേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും ഇവർക്ക് ഈ മാസം നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യത ഉണ്ട്. പല ഗ്രഹങ്ങളുടെയും നിൽപ്പിലുള്ള ദോഷങ്ങൾ വേഴഗ്രഹത്തിന്റെ ഗുണം കൊണ്ടും മാറ്റിയെടുക്കാനും ഇവരെ സംബന്ധിച്ച് കഴിയുന്നതാണ്. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.